നിങ്ങൾ ദയവായി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുകയോ വായിച്ചാൽ അത് മാനിക്കാൻ കൂട്ടാക്കുകയോ ചെയ്യരുത്. എൻ്റെ ഒരു അപേക്ഷയാണ്. സ്വാഗതം, വണക്കം. എന്താണ് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്യത്തിൽ പറയുന്നത് എന്ന് ഒട്ടുമുക്കാലും എല്ലാവർക്കും തിട്ടമുള്ളതാണ്. എന്നാലും ഞാൻ ആ വാക്യം ഒന്ന് വായിക്കട്ടെ. ഞാനത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാം. അത് 2 കൊരിന്ത്യർ 6:14. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ. ഇംഗ്ലീഷിൽ, ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് വിത്ത് അൺബിലീവേഴ്സ്, ഫോർ വാട്ട് പാർട്ട്ണർഷിപ്പ് ഹാസ് റൈറ്റിയസ്നെസ് വിത്ത് ലോലെസ്നെസ്, ഓർ വാട്ട് ഫെലോഷിപ്പ് ഹാസ് ലൈറ്റ് വിത്ത് ഡാർക്ക്നെസ്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അദ്ദേഹത്തിന് പറയാം, എഴുതി വെക്കാം. ബാക്കിയുള്ളവരെന്ത് ചെയ്യും എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കേണ്ട വല്ല കാര്യമുണ്ട്. 2000 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഇപ്രകാരം ഒരു വിശ്വാസ സമൂഹം ഉണ്ടാകുമെന്നും ആ വിശ്വാസ സമൂഹത്തിൻ്റെ അവസ്ഥ ഇപ്രകാരമായിരിക്കുമെന്നും അങ്ങനെ തൻ്റെ നിർദ്ദേശപ്രകാരം ഇണയില്ല പിണ കൂടത്തില്ല എന്ന് പറഞ്ഞ് ആളുകൾ നിർബന്ധം പിടിച്ചിരുന്നാൽ അവരുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നും ചിന്തിക്കേണ്ട വല്ല കാര്യവും പൗലോസ് അപ്പോസ്തലനുണ്ടോ? ഒന്നാമത് അദ്ദേഹം വിവാഹം കഴിച്ച ആളല്ല. ഇതിൻ്റെ പ്രശ്നങ്ങളും കൊനഷ്ടുകളും എന്താണെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഗമാലിയലിൻ്റെ കാൽപ്പാടത്തിലിരുന്ന് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു, വലിയ അറിവ് സമ്പാദിച്ചു. എന്നാൽ വിവാഹ ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിനുള്ള അറിവും നമ്മുടെ കത്തോലിക്ക പുരോഹിതന്മാർക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവും ഏതാണ്ട് സമമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ കാര്യത്തെ പറ്റി പറയുന്ന ഒരു കാര്യവും നിങ്ങൾ കാര്യമായിട്ട് എടുക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കേണ്ട കടമയാണ്. കാരണം അതിൻ്റെ യുക്തി കൂടെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനോട് കാര്യമായ കലുഷം തോന്നും. കാരണം നിങ്ങൾ ആജീവനാന്തം കേട്ട, നിങ്ങൾ ഉള്ളിൽ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന, നിങ്ങൾ താലോലിച്ചു കൊണ്ടേയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അപ്രകാരം ഒരു നിലപാട് എടുക്കുവാനും അത് നിങ്ങളെ അറിയിപ്പാനും ഞാൻ ധൈര്യം കാട്ടുന്നു, നിർബന്ധിതനായി തീർന്നിരിക്കുന്നു എന്നത് വെളിപ്പെടുത്തുക അല്ലെങ്കിൽ വിശദീകരിച്ച് തരിക എൻ്റെ കടമയാണ്. ഞാൻ ആ കടമ നിർവഹിച്ചു കൊള്ളട്ടെ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. നാം അതിനെ ധരിച്ചു വച്ചിരിക്കുന്നത് അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അക്രൈസ്തവരാണ് എന്നതാണ് നാം ധരിച്ചു വച്ചിരിക്കുന്നത്. നിങ്ങൾ ആരോട് ചോദിച്ചു നോക്കും, പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പറയും, ക്രിസ്ത്യാനികൾ അക്രൈസ്തവരെ വിവാഹം കഴിക്കരുത്. അല്ലെങ്കിൽ കലറിങ്ങാട്ട് പിതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ ലവ് ജിഹാദിൽ പെട്ടുപോകരുത്. ബാക്കി ഒന്നും പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചില്ല എന്നേ അദ്ദേഹം പറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള ക്നാനായ കത്തോലിക്ക സഭയിലുള്ള ഏതെങ്കിലും ഒരു മെത്രാനോടോ പുരോഹിതനോടോ ചോദിച്ചാൽ പറയും, രക്തശുദ്ധി ഇല്ലാത്ത ആളുകളെ നിങ്ങൾ കെട്ടരുത്. ആർക്കാണ് രക്തശുദ്ധിയുള്ളൂ? ഞങ്ങൾക്ക് മാത്രമാണ്. ഞങ്ങളുടെ രക്തം നിങ്ങളുടെ രക്തം പോലെയല്ല. നിങ്ങളുടെ രക്തം ചുവന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ രക്തം മഞ്ഞിച്ചാണ്ടിരിക്കും. അതാണ് ശുദ്ധിയുടെ കളർ.
അല്ല, പേർപ്പിളാണെന്ന് വെച്ചു. അതാണ് ബിഷപ്പന്മാരിടുന്ന കളറാണ് പേർപ്പിൾ. അപ്പോൾ അതാണ് ശുദ്ധി. ഞങ്ങളുടെ രക്തം പേർപ്പിൾ കളറാണ്, നിങ്ങളുടേതോ ചുവന്ന നിറമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് രക്തശുദ്ധിയില്ല. അങ്ങനെ രക്തശുദ്ധി ഇല്ലാത്തവരെ വിവാഹം കഴിക്കരുത് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്നാണ്. വേണ്ട, നിങ്ങൾ ഓർത്തഡോക്സ് സഭയിലെ അംഗങ്ങളോട് ചോദിച്ചു നോക്കും, പൗലോസ് അപ്പോസ്തലൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ മെത്രാന്മാരും കത്തനാന്മാരും പറയും, നിങ്ങൾ യാക്കോബ സഭയിൽ നിന്ന് പെണ്ണ് കെട്ടരുത് എന്ന് മാത്രമാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് എന്ന് മാത്രമേ പറയത്തുള്ളൂ. വേണ്ട, നിങ്ങളൊരു പെന്തക്കോസ്റ്റ് പാസ്റ്ററോട് ചോദിച്ചു നോക്കി, അദ്ദേഹം പറയും, ഈ പെന്തക്കോസ്തുകാരിൽ നിന്നല്ലാതെ നിങ്ങൾ ഒരു വിവാഹ ബന്ധത്തിലും ഏർപ്പെടരുത്, ഏർപ്പെട്ടാൽ ഇണയില്ലാത്ത പിണയായി നിങ്ങൾ ആജീവനാന്തം പിണ്ണാക്ക് തിന്നേണ്ടി വരും എന്ന് മാത്രമാണ് ഈ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് രണ്ടും പാട്ടുപാടി അത് അതിന് ശരിയാണെന്ന് വെച്ചുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തില്ലെങ്കിൽ അവർ മറുഭാഷ പറഞ്ഞ് നിങ്ങളെ അത് ബോധ്യപ്പെടുത്തും. അപ്പോൾ ഇതാണ് നമ്മുടെ പൊതുവായ ധാരണ. അപ്പോൾ വിശ്വാസി ആരാണ്? എൻ്റെ കൂടെ നിൽക്കുന്ന ആളാണ്, എൻ്റെ സഭയിലെ അംഗമാണ്, എൻ്റെ രക്തശുദ്ധിയുള്ള ആളാണ്, എൻ്റെ മറുഭാഷ പറയുന്ന ആളാണ്. അപ്പുറത്തെ പെയ്ത്തോമില്ല പറയുന്ന മറുഭാഷ ഇച്ചിരി മോശമാണെങ്കിൽ അതും പോയി. മറുഭാഷയ്ക്ക് അതിൻ്റേതായ, ഇപ്പം പൊല്യൂഷന് സ്റ്റാൻഡേർഡുണ്ട് എന്ന് പറയുന്നത് പോലെ മറുഭാഷയ്ക്കും സ്റ്റാൻഡേർഡുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. വിശ്വാസത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇനി ക്രിസ്ത്യാനികളെല്ലാം വിശ്വാസികളാണ് നിങ്ങളോടാരാ പറഞ്ഞത്? ക്രിസ്ത്യാനികളെല്ലാം വിശ്വാസികളാണ് എന്ന് നിങ്ങളോടാരാണ് പറഞ്ഞത്? ഒരു 30 വർഷത്തിന് മുൻപ് ടൈംസ് മാഗസീൻ പ്രസിദ്ധീകരിച്ച വളരെ ദീർഘമുള്ളൊരു ആർട്ടിക്കിൾ വായിച്ചത് സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അമേരിക്കയിലാകമാനം വൻതോതിൽ ഒരു സർവേ നടത്തി, ഒരു ഒപ്പീനിയൻ സർവേ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ടു വന്ന യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ലേഖനം പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഞായറാഴ്ച തോറും പള്ളിയിൽ പോയി ആവർത്തിക്കുന്ന വിശ്വാസ പ്രമാണം, അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഗർഭം ധരിച്ചു എന്നാശയം, അതെത്ര ബിഷപ്പന്മാർ വിശ്വസിക്കുന്നുണ്ട് എന്ന് ആ സർവേ വെളിപ്പെടുത്തുന്നുണ്ട്. 30 വർഷത്തിന് മുമ്പാണെന്ന് മനസ്സിലാക്കണം. ആ ആർട്ടിക്കിൾ പറയുന്നത്, ആ സർവേയിൽ കൂടെ കണ്ടുപിടിച്ച യാഥാർത്ഥ്യം, 15% ബിഷപ്പന്മാർ മാത്രമേ അമേരിക്കയിൽ ഇത് അല്പമെങ്കിലും വിശ്വാസയോഗ്യമാണ് എന്ന് അവരുടെ പ്രതികരണത്തിൽ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയുന്നത്, എന്നാണ് വെളിപ്പെട്ടു വരുന്നത്. അങ്ങനെ മറ്റും ഞാൻ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് നിർത്തുന്ന സമയം അധികം എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ സർവേയിൽ പറയുന്നത് 67% സാധാരണ ആളുകൾ, അമേരിക്കയിലുള്ള വിശ്വാസികൾ, കന്യമറിയാം പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് ഗർഭം ധരിച്ചത് എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അവരെ മേയിക്കുന്ന ശ്രേഷ്ഠ ആട്ടിടയന്മാരായ ഈ മെത്രാന്മാർ, അവരിൽ 15 പേർ മാത്രമേ, 15% ആളുകൾ മാത്രമേ ഇതിൽ വിശ്വസിക്കുന്നുള്ളൂ എന്നതാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത്. ഇണയില്ല പിണ ചേരുന്നത് ഇത് ആളുകൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും. അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. അപ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ ആരാണ്? വേണ്ട, നമുക്ക് നമ്മുടെ ഇടയിൽ ഒരു ചെറിയ ഒരു ഡിബേറ്റ് നടത്താം, ഒരു സംവാദം നടത്താം. നിങ്ങൾ കേരളത്തിലുള്ള ഒരു 5-6 പ്രധാനപ്പെട്ട സഭകളിൽ നിന്ന് ഓരോരോ പ്രതിനിധികൾ, വേണ്ട ഒരു 10 പ്രതിനിധികളെ വെച്ച് ഒന്ന് ക്ഷണിച്ച് ലോകത്തിൻ്റെ ക്രിസ്തീയ തലസ്ഥാനമായ കോട്ടയത്ത് വെച്ച്, അല്ലെങ്കിൽ കോട്ടയമല്ല വാസ്തവത്തിൽ കുമ്പനാട് വെച്ച് ഒരു മീറ്റിംഗ് നടത്തുക. മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്താണ്? വിശ്വാസം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി നിലവിലുള്ള ധാരണകൾ അതെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന വിധം വെളിപ്പെട്ട് വരികയും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വിവക്ഷ, ഒരു ഡെഫിനിഷൻ
വിശ്വാസത്തെപ്പറ്റി രൂപീകരിച്ചെടുക്കുകയും ചെയ്യത്തക്കവണ്ണം ഇപ്രകാരമുള്ള ഒരു സംരംഭം ഒന്ന് നടത്താം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിശ്വാസത്തെപ്പറ്റി ആർക്കും കാര്യമായ യാതൊരു വിവരവുമില്ല. പല ആളുകളും എന്നോട് ആവശ്യപ്പെട്ടിട്ട് ഞാൻ വിശ്വാസം എന്നാൽ എന്ത് എന്നതിനെപ്പറ്റി 3 വീഡിയോകൾ ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് സംഗമത്തിൽ എല്ലാവരുമായി പങ്കിട്ടിട്ടുള്ളതാണ്. 1 വർഷത്തിന് മുൻപാണ്. അതിൻ്റെ ഓരോ ആശയങ്ങളും വെളിപ്പെട്ട് വന്നപ്പോൾ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു ഊഹവുമില്ലായിരുന്നു. എല്ലാവരും വിശ്വാസികളാണ്, പക്ഷേ വിശ്വാസം എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ട്, ഇതാണ് നമ്മുടെ നിജസ്ഥിതി എന്ന് നാം തിരിച്ചറിയേണ്ട ഒരു ആവശ്യം നിലനിൽക്കുകയാണ്. ഇവയെല്ലാം അവഗണിച്ചുകൊണ്ട് ഞായറാഴ്ച തോറും പഞ്ചാംഗം അനുസരിച്ച് പുരോഹിതൻ പറയും, നിങ്ങൾ അവിശ്വാസികളായ ആളുകളോട് ഇടയില്ല പിണ ചേരരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കുന്നത്? ഇനിയും ഈ ഇണ ഇല്ല പിണ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ നമുക്കറിയാമല്ലോ, ഡു നോട്ട് ബി അൺഈക്വലി യോക്ഡ് ടുഗദർ. അതായത് വിശ്വാസത്തെ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിഭാവന ചെയ്തിരിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ അടിസ്ഥാനമായിട്ടാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു വിവാഹ ബന്ധം നിലനിൽക്കണമെങ്കിൽ അതിൽ അല്പമെങ്കിലും സന്തോഷത്തിൻ്റെ സാധ്യത ഉണ്ടാകണമെങ്കിൽ അത് മാനുഷികമായ ശ്വാസം മുട്ടൽ ഒഴിവാക്കണമെങ്കിൽ ഇതിലേർപ്പെടുന്ന സ്ത്രീയും പുരുഷനും ഏതാണ്ട് ഒരേ തട്ടത്തിലുള്ളവരായിരിക്കണം. അവർ സമമായിരിക്കണം. സമമല്ലാത്തതിനെ കൂട്ടിച്ചേർത്താൽ, ഇപ്പോൾ എൻ്റെ ഇടത് കൈയിലെ പെരുവിരലിൻ്റെ കൂടെ വലത് കൈയിലെ കുഞ്ഞുവിരൽ ചേർത്താൽ എങ്ങനെയിരിക്കും? അപ്പം സമമല്ലാത്തതിനെ ചേർത്താൽ, ഇപ്പോൾ ഒരു മൃഗങ്ങൾക്ക് വേണ്ടി ഒരു സ്പോർട്സ് മീറ്റ് നടത്താം. അപ്പോൾ ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 3 legged റേസ് എന്ന് പറയുന്നത് 2 പേരെ കൂട്ടി നിർത്തിയിട്ട് അവരുടെ ഓരോരോ കാല്, അവൻ്റെ ഒരു കാലും എൻ്റെ ഒരു കാലും കൂടെ കൂട്ടിക്കെട്ടുക, എന്നിട്ട് കൂടെ അപ്പോൾ 2 പേർക്കും കൂടെ 3 കാല്. അതാണ് 3 legged റേസ്. അതിന് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏതാണ്ട് സമമായിട്ടുള്ള ആളുകളെയാണ്. 4 അടി പൊക്കമുള്ള ഒരു പയ്യനും 5 അടി പൊക്കമുള്ള ഒരുത്തനും കൂടെ 3 legged റേസ് നടത്തിയാൽ 2 പേരും മൂക്കുകുത്തി വീഴും. അപ്പോൾ ഒരു കോഴിയുടെ കാലും പോത്തിൻ്റെ കാലും കൂടെ കെട്ടി അവർ തമ്മിൽ 3 legged റേസ് നടത്തട്ടെ എന്ന് പറഞ്ഞാൽ അത് മണ്ടത്തരമാണ്. കോഴി ചത്തുപോകും. അപ്പോൾ ഇവിടെ ഈക്വാളിറ്റിയാണ്, സമത്വമാണ് ഉദ്ദേശിക്കുന്നത്. സമത്വത്തിന് ഒരടിത്തറ വേണം. ഒന്നുകിൽ ബൗദ്ധികമായ സമത്വം വേണം, അല്ലെങ്കിൽ സാമ്പത്തികമായ സമത്വം വേണം, അല്ലെങ്കിൽ സാംസ്കാരികമായ സമത്വം വേണം, അല്ലെങ്കിൽ ചിന്താശക്തിയുടെ സമത്വം വേണം, അല്ലെങ്കിൽ സ്വഭാവ ഗുണത്തിൻ്റെ മേന്മയുടെ സമത്വം വേണം, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മാഹാത്മ്യം അതിലുള്ള പക്വതയുടെ സമത്വം വേണം. എന്തെങ്കിലും ഒരു സമത്വം വേണം. കാരണം സഹസ്രാബ്ദങ്ങളായി പുരുഷ മേൽക്കോയ്മയിൽ കേന്ദ്രീകരിച്ച് മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ സമൂഹങ്ങൾ, അതിൽ സ്ഥിതി ചെയ്യുന്ന സങ്കല്പങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതിൻ്റെ ആധിപത്യ മനോഭാവങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീയെ പറ്റിയുള്ള സങ്കല്പങ്ങൾ, ഇവ മുഴുവനും അസമത്വത്തിൽ മുക്കി കുളിപ്പിച്ച് വച്ചിരിക്കുന്നതാണ്. ഈ ഒരു വിഷയത്തിൽ എവിടെ തൊട്ടാലും നിങ്ങൾ അസമത്വം 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 എന്ന് മാത്രമേ അനുഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ. ലോകത്തിലുള്ള എല്ലാ സമൂഹങ്ങളും സംസ്കാരങ്ങളും സ്ത്രീ പുരുഷ ബന്ധത്തെ സങ്കല്പിച്ചിരിക്കുന്നത്, സ്ഥാപിച്ചിരിക്കുന്ന അസമത്വത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് സ്ത്രീ ബലഹീനയാണ്, സ്ത്രീ അബലയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. പുരുഷൻ്റെ ബലം എത്ര വലുതാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സ്ത്രീ അബലയാണ്. അത് നാം എക്കാലത്തും സൃഷ്ടിച്ചു വച്ചിരുന്ന ഈ അസമത്വത്തിൻ്റെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക വ്യവസ്ഥിതിയിൽ കൂടെ നാം പ്രാപിച്ചിരിക്കുന്ന വെറും പൊട്ടത്തരമാണ്, ഭ്രമമാണ്. ആ
അസമത്വത്തിൻ്റെ പശ്ചാത്തലം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഈ അസമത്വത്തിൽ കൂടെ സന്തോഷം പ്രദാനം ചെയ്യുന്ന ആജീവനാന്തം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പര്യാപ്തമായൊരു സ്ത്രീപുരുഷ ബന്ധം വാർത്തെടുക്കുവാൻ സാധ്യമല്ല എന്ന് പറയും. നിങ്ങളുടെ ബന്ധം നിലനിൽക്കണമെങ്കിൽ, അതിൽ സന്തോഷത്തിൻ്റെ സാധ്യത വിദൂരമായെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണമെങ്കിൽ, അത് നല്ല ഫലം കായ്ക്കണമെങ്കിൽ, അതിൽ സമത്വത്തിൻ്റെ ഒരു അടിത്തറയുണ്ടാകണം. സാർവലൗകികമായി മനുഷ്യന് സമത്വത്തിൻ്റെ അടിത്തറയുണ്ടാകുവാൻ ഒരു സാധ്യതയുള്ളൂ. ഒരു സ്ത്രീയും പുരുഷനും ബൗദ്ധികമായ സമത്വം ഉണ്ടാകാൻ വളരെ പ്രയാസമാണ്. കായികമായ സമത്വം വളരെ പ്രയാസമാണ്. സാംസ്കാരികമായ സമത്വം, സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്വാതന്ത്ര്യം, വളരെ പ്രയാസമാണ്. സാമ്പത്തികമായ സമത്വം ഇന്നും വളരെ പ്രയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അസമത്വങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സമത്വത്തിൻ്റെ ഒരു നെല്ലിപ്പലകയില്ലാതെ ഈ ബന്ധം ഏതെങ്കിലും വിധത്തിൽ മനുഷ്യന് ആശ്വാസമോ സന്തോഷമോ പ്രദാനം ചെയ്യണമെങ്കിൽ സമത്വത്തിൻ്റെ ഒരു അടിത്തറയെങ്കിലും കണ്ടിരിക്കണം. അത് മനുഷ്യന് സാധ്യമാകുന്നത് മറ്റെല്ലാ വശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിശ്വാസമാണ്. സ്ത്രീക്കും പുരുഷനും ഒന്നുപോലെ വിശ്വാസിയാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പുരുഷനേക്കാൾ സ്ത്രീയാണ് അതിൽ താല്പര്യം കാണിക്കുന്നതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. കേരളത്തിൽ ഒരു കൺവെൻഷൻ മീറ്റിംഗ് നടത്തി, അല്ലെങ്കിൽ ഒരു ഉണർവ് മീറ്റിംഗ് നടത്തി, അല്ലെങ്കിൽ കാത്തിരിപ്പ് പ്രാർത്ഥന നടത്തി, ഉപവാസ പ്രാർത്ഥന നടത്തിയാൽ അതിൽ തൻ്റെ 70% സ്ത്രീകളും 30% പുരുഷന്മാരുമാണ് വരുന്നത്. എന്നാൽ അറബി രാജ്യങ്ങളിൽ പോയാൽ നേരെ മറിച്ചാണ്. അവിടെ 70% പുരുഷന്മാരും 30% സ്ത്രീകളുമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ പുരുഷന്മാർ സുരക്ഷിതരാണ്, അവർക്ക് ജോലി, ഇവിടെ ഏതായാലും ആർക്കും വലിയ ജോലിയൊന്നുമില്ല, അതുകൊണ്ട് ഉള്ളതും ഇല്ലാത്തതും തുല്യമാണ്. അതുകൊണ്ട് എൻ്റെ ജോലി പോകുമെന്ന പേടി കേരളത്തിലെ പുരുഷന്മാർക്കില്ല. എന്നാൽ ഈ വലിയ വലിയ അറബി രാജ്യങ്ങളിൽ വലിയ പണക്കൊഴുപ്പോടെ താമസിക്കുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾ, പുരുഷന്മാർ വളരെ തീയിലാണ്. അവർ ഇന്ന് ജോലിയുണ്ട് നാളെ ഉണ്ടോ അറിയില്ല, അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിക്കും. അപ്പോൾ അവർ വലിയ വിശ്വാസികളാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ്, ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. നമ്മൾ ഏതടിസ്ഥാനത്തിലാണ് ഇത് സമത്വമാണെന്ന്, വിശ്വാസത്തിൽ നാം സമത്വമുള്ളവരാണ് എന്ന്. ഇപ്പം നമ്മൾ ഏത് വിധത്തിലാണ് ക്രിസ്തീയ വിശ്വാസികളായത്? ക്രിസ്തീയ മതത്തിൽ ചേർന്ന് നിൽക്കുന്നവരാണ്, നമ്മൾ മാർഗം കൂടികളാണ്, ശരിയാണ്. നമ്മൾ വിശ്വാസികളാകുന്നത് എങ്ങനെയാണ്? ആർക്കറിയാം നാം വിശ്വാസിയാണ്? അവിടെ നിൽക്കുന്ന പുരുഷൻ, യുവാവ്, ഇപ്പുറത്ത് മറ്റൊരു ഭവനത്തിൽ വളർന്ന ഒരു യുവതി, ഇവർ തമ്മിൽ വിവാഹം കഴിക്കാനായിട്ട് ഒന്നിൽ അവർ തീരുമാനിക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വീട്ടുകാർ തീരുമാനിക്കുന്നു. അവരെ ഒരിക്കൽ പോലും പരിഗണിക്കാത്തൊരു വിഷയമാണ് വിശ്വാസം. ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? സ്ത്രീ ചോദിക്കത്തില്ല, കാമുക, അങ്ങയുടെ വിശ്വാസത്തിൻ്റെ മാറ്റം എത്രയുണ്ട്, അതൊന്ന് തെളിയിച്ചു തരാമെന്ന് ഒരു സ്ത്രീയും ചോദിക്കത്തില്ല. മറിച്ച് ഇങ്ങോട്ടും അങ്ങനെയാണ്. കാമുകി, നിൻ്റെ വിശ്വാസത്തിൻ്റെ 24 ക്യാരറ്റാണോ 18 ക്യാരറ്റാണോ 22 ക്യാരറ്റാണോ ഒന്ന് തെളിയിച്ചു തരാമെന്ന് ആരും പറയില്ല. അതുപോലെ തന്നെ അറേഞ്ച് മാരേജ് ആണെങ്കിൽ കുടുംബങ്ങൾ, ഭൗതികമായ സമ്പത്ത് എന്തുണ്ട്, ഇതിൻ്റെ ലാഭം എത്രമാത്രം ഉണ്ടാകും, ആർക്കാണ് ലാഭം, പ്രശസ്തിയുണ്ടോ, പേരുണ്ടോ, പെരുമയുണ്ടോ, പെരുമയില്ലെങ്കിൽ എരുമയുണ്ടോ, ഇതിനപ്പുറത്ത് ആരും പരിഗണിക്കുന്നില്ല. അതേസമയം തന്നെ ഈ വാചകം എടുത്തങ്ങ് കീച്ചുകയും ചെയ്യും. എൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അങ്ങനെ അന്വേഷിച്ച് പോയാൽ ഒരു കല്യാണവും നടക്കത്തില്ല. സത്യം സർ, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ ശുദ്ധ മണ്ടത്തരം, ആശയം നല്ലതാണ്, മണ്ടത്തരം ഞാൻ പറയുന്നത് പ്രാവർത്തികമല്ലാത്തത് കൊണ്ടാണ്. അപ്രായോഗികതയുടെ തലപ്പത്ത് നിൽക്കുന്ന ഈ ഒരു യാഥാർത്ഥ്യം, അതിനെയാണ് ഞാൻ മണ്ടത്തരമെന്ന് അങ്ങ് പറഞ്ഞു പോയത്. അത് പ്രയോഗിച്ച് കേരളത്തിൽ എത്ര ക്രിസ്തീയ വിവാഹം നടത്താൻ ഒക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു യുവാവിനെയും യുവതിയെയും പള്ളിയിൽ കൊണ്ട്
പുരോഹിതൻ്റെയോ മെത്രാൻ്റെയോ അത് പണക്കൊഴുപ്പനുസരിച്ച് കാർമ്മികത്വത്തിൽ അവരെ ഭാര്യാഭർത്തന്മാരാക്കുന്നു. വിവാഹം കഴിക്കാനായിട്ട് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന സ്ത്രീയോ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും അവർ വിശ്വാസത്തിൻ്റെ ആ തോത് കൊണ്ട് അളക്കുമ്പോൾ അവർ സമമാണ് എന്ന് തീരുമാനിക്കാനോ തിട്ടപ്പെടുത്തുവാനോ അതിനനുസരിച്ച് വിവാഹത്തിൻ്റെ ചടങ്ങ് നടത്തി കൊടുക്കാനോ അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്ന മെത്രാനോ പാവപ്പെട്ട വീട്ടിലെ വിവാഹമാണെങ്കിൽ കത്തനാർക്കോ സാധിക്കുമോ, അതിന് കൂട്ടാക്കുമോ, അതിനുള്ള കഴിവുണ്ടോ, താല്പര്യമുണ്ടോ, ധൈര്യമുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആ പണിക്ക് പോയാൽ പിന്നെ ഈ പരിപാടി കെട്ട് നടക്കത്തില്ല. ബാക്കി എല്ലാം നടക്കും, കെട്ട് നടക്കത്തില്ല. അപ്പോൾ ഇണയില്ല പിണ ചേരരുത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ പൗലോസേ ആ പരിപാടി നടക്കത്തില്ല. അങ്ങനെ മാത്രമേ ഇണയില്ല പിണ മാത്രമേ ചേരാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ഇനി നിങ്ങൾക്ക് വേണ്ടി ഞാൻ വിശുദ്ധ പൗലോസിനോട് ചില കാര്യങ്ങൾ പറയാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബാക്കിയുള്ള ഭാഗം ഒഴിവാക്കാം. ഞാൻ വിശുദ്ധ പൗലോസിനോട് മാത്രം സംസാരിക്കാൻ പോവുകയാണ്. അല്ലയോ വിശുദ്ധ പൗലോസേ, താങ്കളെ കണ്ടിട്ട് കുറേ നാളായി. നല്ലൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ ഒരു 30 വർഷമായിട്ട് താങ്കളോട് ഇത് പറയണം വിചാരിച്ച് നടന്നവനാണ്. പക്ഷെ എനിക്ക് ധൈര്യം ഉണ്ടായില്ല. കാരണം താങ്കൾ ഗമാലിയലിൻ്റെ കാൽപ്പാത്തിലിരുന്ന് വലിയ വലിയ കാര്യങ്ങൾ പഠിച്ച് അറിവിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ വിലസുന്ന വ്യക്തിയാണെന്നറിയാം. ഞാൻ കല്ലുമല ലോവർ പ്രൈമറി സ്കൂളിൽ പഠിച്ച് ബിഷപ്പ് ഹോഡ്ജസ് എന്ന് പറയുന്ന വലിയ സ്റ്റാൻഡേർഡൊന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ് വരെ. പിന്നെ ഞാൻ ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ച് അവിടെ വലിയ വലിയ അറിവൊന്നും എനിക്ക് പ്രാപിക്കാൻ കഴിയും. ഞാനിവിടെ നിന്ന് ഒരു അഭയാർത്ഥി എന്ന പോലെ ഡൽഹിയിലൊക്കെ പോയി ചില കാര്യങ്ങളൊക്കെ ചെയ്തു വന്നവനാണ്. എനിക്ക് ഈ താങ്കളോട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ആത്മധൈര്യം ഇല്ലായിരുന്നു കൊണ്ടാണ് ഈ 30 വർഷത്തെ തയ്യാറെടുപ്പിന് ശേഷം മാത്രമേ താങ്കളുടെ മുഖത്ത് നോക്കി 2 വാക്ക് പറയാനുള്ള തൻ്റെ ഇടം എനിക്ക് ഇപ്പോൾ മാത്രമാണ് കൈവരിക്കുക അത് ഇടയായത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ പോകുക. ദയവായിട്ട് ശ്രദ്ധിക്കണം. എനിക്കറിയാം താങ്കൾക്ക് ക്ഷമ കുറവാണ്. കാരണം താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ ശരീരത്തിൽ ഒരു ശൂലവിരിപ്പുണ്ട്. എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു പോറലുണ്ടെങ്കിൽ എനിക്ക് ക്ഷമ വളരെ കുറയും. എന്നാൽ ഒരു ശൂലം വഹിച്ചുകൊണ്ട് നടക്കുന്ന താങ്കൾക്ക് ക്ഷമ അല്പം പോലും പ്രതീക്ഷിക്കാൻ എനിക്ക് അവകാശമില്ല. താങ്കൾക്കുണ്ടായിരിക്കും. കാരണം താങ്കൾ വളരെ മഹാനാണ്. അതുകൊണ്ട് ഏതായാലും എനിക്ക് പറയാനുള്ളത്, താങ്കളുടെ ഈ പറച്ചിലല്ലേ ഇണയില്ല പിണ ചേരരുത്, അത് ദയവായിട്ട് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 2ാം ലേഖനത്തിൻ്റെ 6ാം അധ്യായത്തിൻ്റെ 14ാം വാക്യത്തിൽ നിന്ന് താങ്കൾ പിൻവലിക്കണം. അത് തികച്ചും അപ്രായോഗികമാണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ താങ്കളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് അതിനകത്ത് എന്തെങ്കിലും യുക്തി ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി. അല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ നിലപാട് മാറ്റാം. ഏതായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. ഒന്നിൽ താങ്കൾ പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണ്. തെറ്റ് തിരുത്താൻ നമുക്ക് 2 പേർക്കും താല്പര്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്, ഗ്ലോറി ഗ്ലോറി. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ഒരു പക്ഷേ താങ്കൾക്കറിയില്ല, കേരളത്തിലെ ഒരു സഭയും എന്ന് മാത്രമല്ല ആധുനിക കാലത്തുള്ള ലോകത്തെമ്പാടുമുള്ള ഒരു ക്രിസ്തീയ സഭയും വിശ്വാസികൾ ഏതെങ്കിലും വിധത്തിൽ വളരണം എന്ന് താല്പര്യമുള്ള സഭകളല്ല. ഒന്നാമത് സഭകൾക്ക് വിശ്വാസം എന്നാൽ എന്തെന്നതിനെപ്പറ്റി എട്ടും പൊട്ടും തിരിയത്തില്ല. അവിടെ വിശ്വാസം എന്ന് പറയുന്നത്, അവിടെ അറിവെന്ന് പറയുന്നത്, അവിടെ ധാരണയെന്ന് പറയുന്നത് അത് പൊട്ടത്തരമാണെന്നാലും അറിവെന്ന് ഞാൻ പറഞ്ഞോട്ടെ. അവരുടെ സഭയുടെ പാരമ്പര്യം കണ്ണുമടച്ച് വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്നാണ് അവർ ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ 3ാം നൂറ്റാണ്ടിൽ അവിടുന്ന് അന്ത്യോക്യയിൽ നിന്നൊരു കച്ചവടക്കാരൻ വന്നു. തോമാസ് അവിടെ വന്നപ്പോൾ ഇപ്പുറത്ത് പപ്പാസ് കണ്ടു. അങ്ങനെ പപ്പാസ് കണ്ടപ്പോൾ ഇപ്പുറത്തെ കിപ്പാസ് മറിഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിക്കുന്നതിനാണ് വിശ്വാസി എന്നാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിലാർക്കും വളരാനൊരു സാധ്യതയുമില്ല.
പിന്നെ ഞായറാഴ്ച തോറും ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആളുകൾ അവിടെ വന്നിരുന്ന് ഉറക്കം തൂങ്ങി. അവർ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ മേലാത്ത വിധത്തിൽ അവർ കറങ്ങി ഒരു 1.5 മണിക്കൂർ അവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്നു. പിന്നെ 6 ദിവസം അവർ തോന്നിയ ദിവസമൊക്കെ ജീവിക്കുന്നു. വേണ്ട സഭയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ അവർ മാനുഷികമായോ ആത്മീയമായോ വളരുന്നില്ല. ഇപ്പം എല്ലാവരും വളർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ വിശുദ്ധ പൗലോസേ, ഞാൻ കുറച്ചുകൂടെ സമയമെടുത്തെന്ന് പറഞ്ഞോട്ടെ, താങ്കൾക്ക് ക്ഷമ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഒരു പുസ്തകമാണെന്ന് വിചാരിക്കുക, താങ്കളൊരു പുസ്തകമാണ്. താങ്കൾ വേണ്ട, ഞാനൊരു പുരുഷനാണ്, അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീ ഒരു പുസ്തകമാണ്. 2 പുസ്തകങ്ങൾ, മിസ്റ്റർ പുസ്തകം, മിസ് പുസ്തകം. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്താൻ താല്പര്യമുണ്ട്. അപ്പം ഞാനെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ആദ്യത്തെ താൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. അപ്പുറത്തിരിക്കുന്ന മിസ് പുസ്തകം അവസാനത്തെ താളിൻ്റെ ആദ്യത്തെ പാരഗ്രാഫേ വായിച്ചിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടുമെന്നാണ് താങ്കൾ പറയുന്നത്? അതേസമയം തന്നെ സഭകളിൽ ഓരോരുത്തരും അവരുടെ വ്യക്തിത്വമാകുന്ന പുസ്തകത്തിൻ്റെ എല്ലാ താളുകളും വായിച്ചിരിക്കണം, അത് പരിചയപ്പെട്ടിരിക്കണം, അതിനെപ്പറ്റി സ്പഷ്ടതയുണ്ടായിരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സമീപനം, ഒരു പരിശീലനം ഏതെങ്കിലും സഭകളിലുണ്ടെങ്കിൽ അതിലെ അംഗങ്ങൾക്ക് ആത്മീയതയുടെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ സമാനതയിൽ പരസ്പര ബന്ധം പുലർത്താനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ 50% ആളുകൾക്ക് ആ ഒരു നല്ല അനുഗ്രഹം കിട്ടും. എന്നാൽ ഇങ്ങനെ ആദ്യത്തെ പേജും അവസാനത്തെ പാരഗ്രാഫും മാത്രം വായിച്ചു നിൽക്കുന്ന സ്വന്തം വ്യക്തിത്വത്തിൻ്റെ, സ്വന്തം ജീവിതത്തിൻ്റെ, സ്വന്തം ആത്മീയ സാധ്യതകളുടെ ഇവർ തമ്മിൽ അങ്ങനെയുള്ള ഒരു 10,000 പേരുള്ളൊരു സഭയിൽ താങ്കൾ പറയുന്നത് പോലെ വിശ്വാസത്തിൽ സമാനതയുള്ള, ആത്മീയമായ വളർച്ചയിൽ സമാനതയുള്ള ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിവാഹം നടക്കുക, അതിനുള്ള ചാൻസ് 0.0001% ആയിരിക്കും. അത് താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കുക? അപ്പോൾ ഇങ്ങനെ താങ്കൾ പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് ഏതാണ്ടൊക്കെ ബോധ്യമുണ്ട്. താങ്കൾ വേറൊരിടത്ത് പറഞ്ഞത് ഓർമ്മയുണ്ട്, കഴിയുമെങ്കിൽ വിവാഹം കഴിക്കരുതെന്ന്. അതാണ് താങ്കളുടെ നിലപാടാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങളാരും വിവാഹം കെട്ടാതെ നിന്ന് ചുക്കിലിച്ച് പോകാനുള്ളൊരു പരിപാടി, അതിനുള്ള വഴി താങ്കൾ ഒരുക്കുകയല്ല ഇതിൽ കൂടെ എന്നൊരു സംശയം എനിക്കുണ്ട്. ഏതായാലും ഒരു കാര്യം പൗലോസ് അപ്പോസ്തലനായ താങ്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു മാനദണ്ഡം വെച്ച് കേരളത്തിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വിവാഹം നടക്കുകയില്ല. എൻ്റെ തെളിവ് വേണമെന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞുതരാം. താങ്കൾ ചെവി ചോദിക്കുമെന്ന് എനിക്കറിയാം. കാരണം അത് ചോദിച്ചില്ലെങ്കിലേ അത് അത്ഭുതപ്പെടാനുള്ളൂ. കാരണം താങ്കളുടെ 13 ലേഖനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ കൂടെ താങ്കൾ എപ്രകാരമുള്ളവനാണെന്നും ഏത് നിലപാടെടുക്കുമെന്നൊക്കെ എനിക്കറിയാം. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിലുള്ള വിവാഹമോചനം, അതിൻ്റെ റേറ്റ് താങ്കൾക്കറിയാം. എന്നാൽ അതിനേക്കാൾ കഷ്ടമാണ് വിവാഹമോചനം തേടാതെ ഒരു കൂരയ്ക്ക് കീഴിൽ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന അഗ്നിപർവ്വതങ്ങളെപ്പോലെ സ്ഥിതി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും. അവരെ ഇണയില്ല പിണ ചേരരുത് എന്ന താങ്കളുടെ ഉപദേശം അത് നന്നേ ഗ്രഹിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ കത്തനാന്മാരും മെത്രാന്മാരും നടത്തിക്കൊടുത്ത അതിവിശുദ്ധമായ വിവാഹ ശുശ്രൂഷയിൽ കൂടെ ഒന്നാക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് അല്പം പോലും പ്രാവർത്തികമല്ല എന്ന് ഇപ്പോൾ നാനാഭാഗത്തു നിന്ന് തുരുതുര തെളിവുകൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ താങ്കളോട് പറയുന്നത്. ദയവായിട്ട് താങ്കൾക്ക് മാത്രമേ ഈ ഒരു പ്രസ്താവന പിൻവലിക്കാൻ ഒക്കത്തുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ കാല് പിടിച്ച് പറയുന്നത്, ഈ ഒരു കാര്യം മാത്രം ഒഴിവാക്കണം. ഇത് നടക്കത്തില്ല, ഇനി അങ്ങോട്ട് ഒട്ടും നടക്കത്തില്ല. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം 2 സാധ്യതകളാണ്. ഒന്നൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതിനെ അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക, അതാണ് അവരിപ്പോൾ ചെയ്യുന്നത്. അതിനുള്ള എല്ലാ തെളിവുകളും നമുക്കുണ്ട്. അത് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുക, പൗലോസിൻ്റെ മാതൃക സ്വീകരിക്കുക. അതായത് വിവാഹം കഴിക്കാതെ ഇരിക്കുക.
കാരണം സ്വർഗത്തിൽ ചെന്നാലും ഇപ്പോൾ സുറിയാനി ക്രിസ്ത്യാനിക്ക് സ്വർഗത്തിൽ പോകാൻ വലിയ താല്പര്യമാണ്. അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പെന്ന് യേശു പറഞ്ഞു സ്വർഗത്തിൽ ചെന്നാൽ അവിടെ വിവാഹവുമില്ല, വിവാഹമോചനവുമില്ല. വിവാഹം ഉണ്ടെങ്കിലേ വിവാഹമോചനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അവിടെ ചെന്നാൽ ജീവിക്കാനുള്ള ഒരു പരിശീലനം എന്ന തോതിൽ, എന്ന വിധത്തിൽ ഇവിടെ വിവാഹം കഴിക്കാതിരിക്കുക. അതുകൊണ്ടാണ് കത്തോലിക്ക പുരോഹിതന്മാർ വിവാഹം കഴിക്കാതിരിക്കുന്നത്. മാർത്തോമാ സഭയിലെ പുരോഹിത ശ്രേഷ്ഠന്മാർ, ബിഷപ്പന്മാർ വിവാഹം കഴിക്കാതിരിക്കുന്നത്, മറ്റ് പല സഭകളിലും ബിഷപ്പന്മാർ. കാരണം അവർക്ക് അവിടെ ചെന്നാൽ വീർപ്പ് മുട്ടാതെ, സ്ത്രീകളെ കണ്ടാൽ പ്രത്യേകിച്ച് വികാര ഇളക്കങ്ങളൊന്നും വരാതെ സമചിത്തതയോടെ നിൽക്കാനുള്ള ഒരു പരിശീലനം ഭൂമിയിൽ നിന്ന് തന്നെ പ്രാപിച്ചു പോകുന്നതാണ് ബുദ്ധി എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരങ്ങനെ കടിഞ്ഞാണിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഏതായാലും ഞാൻ പൗലോസ് അപ്പോസ്തലനോട് വീണ്ടും വളരെ വിനയത്തോടെ പറയുകയാണ്, ഈ ഒരു കാര്യം മാത്രം നടപ്പാകത്തില്ല, പൗലോസെ നടപ്പാകത്തില്ല. താങ്കൾ പറയുന്ന പലതിനോടും എനിക്ക് യോജിക്കാൻ മനസ്സുണ്ട്. പക്ഷേ ഈ ഒറ്റ കാര്യത്തിൽ ഞാൻ ആകുന്നത് ശ്രമിച്ചു. 30 വർഷമായിട്ട് ഞാൻ മല്ലിട്ട് നോക്കി. ഒരു വിധത്തിലും നോക്കും തോറും കൂടുതൽ തെളിവുകൾ അതിനെതിരായിട്ട് വരികയാണ്. അതുകൊണ്ട് താങ്കൾ ഇതൊന്ന് പുനഃപരിശോധിക്കണമെന്ന് സവിനയം ആത്മാർത്ഥതയോടുകൂടെ അപേക്ഷിച്ചുകൊണ്ട്, ഇത് ആവശ്യപ്പെടുകയല്ല, അപേക്ഷിക്കുകയാണ്, തേണ്ടുകയാണ്, വാക്കുകൾ ഉപസംഹരിക്കുന്നു. പൗലോസിനെ കാര്യമായി ശ്രദ്ധിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.